ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. ലഡു എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ലഡുവല്ല, ഇതൊരു സ്പെഷ്യൽ ലഡുവാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ്. നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ സ്നാക്കായിട്ട് നമുക്ക് സ്കൂളിൽ കൊടുത്ത് വിടാം. നമുക്ക് വൈകിട്ട് വരുമ്പോൾ ചായയോടെ വേണമെങ്കിലും കഴിക്കാം, രാവിലെ കഴിക്കാം, വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി യമ്മി ലഡുവാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ബൗളിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ബൗളിൽ തന്നെയാണ് എല്ലാം അതേ പ്രപ്പോർഷനായിട്ടാണ് എല്ലാം ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ കപ്പലണ്ടി, ആൽമണ്ട്, കാഷ്യൂസ്, പിന്നെ മധുരത്തിന് ഞാൻ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നട്ട്സോ വേറെ എന്തെങ്കിലും ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആൽമണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സോളം നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പം ഈ കുട്ടികൾക്ക് ഈ ആൽമണ്ട് ആണെങ്കിൽ തന്നെ ചിലർ കാഷ്യൂ കഴിക്കത്തില്ല, ചിലർ ആൽമണ്ട് കഴിക്കത്തില്ല. അപ്പം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നമുക്കിത് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ലഡു ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അവർക്ക് റെഡിയാക്കി കൊടുത്താൽ അവരും സന്തോഷത്തോടെ കഴിക്കും. അപ്പോൾ ഇനി നമുക്ക് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പൊളന്നിട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടായിട്ട് മുറിച്ചിട്ട്. കാര്യം അല്ലാത്ത കാഷ്യൂസാണ് എൻ്റെ കയ്യിലിരുന്നത്. ഞാൻ പിന്നെ അതൊന്നും കൂടെ മുറിച്ച് രണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് കളറൊക്കെ മാറി വന്നപ്പോൾ അതും നമുക്ക് മാറ്റിയിട്ട് ഞാൻ കപ്പലണ്ടിയാണ് പിന്നെ അടുത്ത റോസ്റ്റ് ചെയ്യുന്നത്. അതും നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്, അതായത് കപ്പലണ്ടി അല്ലാണ്ട് വാൾനട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഡേറ്റ്സ് ആണ് അടുത്ത് ഇട്ട് കൊടുക്കുന്നത്. ഡേറ്റ്സും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ചൂടാകുമ്പോൾ നമ്മൾ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോഴാണെങ്കിലും നല്ല ഈസി ആയിട്ട് കിട്ടും. അപ്പം അതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി അതും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുന്നു. അതിലോട്ട് നമ്മളെ കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നു. അടുത്ത് നമ്മൾ എല്ലാം ആൽമണ്ട് അതുപോലെ തന്നെ കപ്പലണ്ടി എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഫൈൻ പൊടിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനത് മിക്സിയിൽ കൊണ്ടുപോയി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിനൊരു എണ്ണമയം പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് അടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇനി ആ പാത്രത്തിലോട്ട് ഫുള്ളായിട്ട് തട്ടിയിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് തട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ട് തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ മധുരത്തിൻ്റെ ഡേറ്റ്സ് നമുക്ക് അതും ഇതുപോലെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ കരുതി കുഴയ്ക്കുന്നതിന് മുമ്പേ ഈ പൊടി തന്നെ നമുക്ക് ഒന്നും കൂടെ ഇട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ കുറച്ചുകൂടെ ഒരു സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് ഒരുപാട് പണിയില്ലാതെ പെട്ടെന്ന് നമുക്കിത് ബൗളാക്കി എടുക്കാം. അതായത് ലഡുവിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതാക്കി എടുക്കാം. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. കറക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ആ ഒരു നനവ് വരുമ്പോൾ നമുക്ക് ആ ഉണ്ട പിടിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്തത്. എല്ലാം കൂടെ ഒരുമിച്ചിടായിരുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു നനവ് നമ്മൾ മറ്റതൊന്നും ചിലപ്പോൾ ഫുള്ളായിട്ട് പൊടിഞ്ഞ് കിട്ടാതെ വരും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് സെപ്പറേറ്റ് ആദ്യം ഇട്ടത്. പിന്നെ നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യും കൂടെ തേച്ച് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉണ്ട പിടിക്കുന്ന നമ്മളെന്തോ പൊടിച്ച് വെച്ചേക്കണം അതിലോട്ട് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കണക്ക് നമുക്കിത് എടുക്കാം. ഇപ്പം ഒരു ചെറിയ നനവുണ്ട്, കാര്യം ഇതിൻ്റെ ഒരു ഈർപ്പം ഉണ്ടല്ലോ.
അപ്പോൾ അതും പിന്നെ നമ്മൾ നെയ്യ് കൂടെ ചേർത്തപ്പോഴത്തേക്കും നമുക്ക് ഉണ്ട പിടിച്ചൊക്കെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളെ ഇഷ്ടാനുസരണം നമുക്കിത് കഴിക്കാം. ഇനി നമുക്ക് ഈ ഷേപ്പ് വേണ്ട, വേറെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നനവ് വേണം എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ നമുക്കിതിൽ കുറച്ചും കൂടെ നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം, അതായത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും. എനിക്കിപ്പം ഇത് ഓക്കെയാണ്. നമ്മൾ ആ കയ്യിൽ നെയ്യ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലഡു ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.